കുടുംബത്തിന്റെ അവകാശം കൊടുത്തോളണം. അതാണ് സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ വൽ മിസ്കീന, സാധുക്കൾക്ക് അവർ അവകാശം കൊടുത്തോളണം. സാധുക്കൾ അവമതിക്കാൻ പാടില്ല, അവരെ നീ അവഗണിക്കാൻ പാടില്ല. വബ്നസ് സബീൽ, വഴിയാത്രക്കാരിലെ കഴിവില്ലാതെ കുടുങ്ങുന്നവർ, അവർക്കുള്ള അവകാശം അവർക്കും വകവെച്ചു കൊടുത്തോളണം. ഇത് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുന്നു, ചെലവഴിക്കുന്ന സ്ഥലത്തൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വലാ തുബദ്ദിർ തബ്ദീറാ, നീ അനാവശ്യം ചെലവഴിക്കരുത്, നീ ദൂർത്തടിക്കരുത്. എത്രയാ മോനെ കല്യാണത്തിന് ദൂർത്തടിക്കുന്നത്, എത്രയാ നീ പെരുന്നാളിന് ദൂർത്തടിക്കുന്നത്, എന്തെല്ലാം കോമാളിക്കളിയാ കളിക്കുന്നത്, എന്തെല്ലാം തുണിത്തരങ്ങളാ വാങ്ങുന്നത്, എന്തെല്ലാം പണങ്ങളാണ് നീ ചെലവഴിക്കുന്നത്. ഒരു സാധുവിന് വേണ്ടി ചോദിക്കുമ്പോൾ നീ കൊടുക്കുന്നില്ലല്ലോ. അനാവശ്യമായി ഓരോ വീട്ടിലും ഓരോ ചെറുപ്പക്കാർക്ക് ചെരുപ്പുകൾ എത്രയാണ്, വസ്ത്രങ്ങൾ എത്രയാണ്, എന്താണ് പണം കൊണ്ട് ചെയ്യേണ്ടതെന്ന് തിരിയാത്ത മട്ടത്തിലല്ലേ പ്രവർത്തനങ്ങളുള്ളത്. ഓ മക്കളെ, വലാ തുബദ്ദിർ തബ്ദീറാ, ചെറുപ്പക്കാരി ചിന്തിച്ചോളണം. മുസ്ലിം സമുദായത്തിലുള്ള പിഞ്ചോമന മക്കൾ ഇറാഖിൽ വെച്ചതാ പട്ടിണി കിടന്ന് മരിക്കുന്നില്ലേ, വലിയ വലിയ മിസൈലുകൾ വന്ന് പതിക്കുന്നില്ലേ, അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ സഹോദരന്മാർ പട്ടിണി കിടക്കുന്നില്ലേ, ഫലസ്തീനിൽ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നില്ലേ. മുസ്ലിം ചെറുപ്പക്കാരാ, അങ്ങൊക്കെ പോകട്ടെ, ഈ വയനാട് മലയൊന്ന് കയറിയാൽ പോകട്ടെ, ഈ നാദാപുരത്തിൽ തന്നെ ഈ ചുറ്റുഭാഗത്തിൽ ഒന്നോടി നടന്നാൽ എത്ര വീടില്ലാത്ത പാവപ്പെട്ട തങ്ങന്മാരുണ്ട്, എത്ര പാവപ്പെട്ട സാധുക്കളുണ്ട്, എത്ര സങ്കടങ്ങൾ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട്. ഓ മുതലാളിമാരെ, പാവപ്പെട്ടൊരു അവകാശം കൊടുക്കണ്ടേ? നിങ്ങളെ സ്വത്തുക്കൾ കൊല്ലത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? പോകട്ടെ, സക്കാത്ത് മാത്രം കൊടുത്താൽ മതിയോ? പാവപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലേ? അഗതികളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ചിലർ യതീം കുട്ടികൾക്ക് ധാരാളം കൊടുക്കുന്ന ചിലരുണ്ട്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യതീം കുട്ടികളെ നോക്കാൻ ഒരുപാട് ആളുകൾ സമുദായത്തിലുണ്ട്. അതേ സമയത്ത് അഗതികളായ മക്കളുണ്ടല്ലോ, ബാപ്പയുണ്ട്, പക്ഷെ ഒന്നിനും ഗതിയില്ല. അത്തരം മക്കളെ നോക്കാനല്ലേ ആരെയും പലപ്പോഴും കാണാത്തത്. യതീമിന് കൊടുത്താൽ മാത്രം മതിയോ? പരിശുദ്ധ ഖുർആനിൽ യതീമിന് കൊടുക്കണമെന്ന് എവിടെയൊക്കെ പറഞ്ഞോ, അവിടെ എല്ലാം മിസ്കീനിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? യതീമിനെ പറഞ്ഞ ഒരൊറ്റ സ്ഥലത്തും മിസ്കീനെ പറയാതെ അല്ല വിട്ടിട്ടില്ല. അതേ സമയത്ത് മിസ്കീനിന് കൊടുക്കണമെന്ന് പറഞ്ഞ പല സ്ഥലത്തും യതീമിനെ പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, മിസ്കീനിനെ അല്ല പറഞ്ഞു, പക്ഷേ യതീമിനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യതീമിന് കൊടുക്കേണ്ടതില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ യതീമിനെ നോക്കാൻ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട്. യതീം ഖാനക്കാർക്ക് യതീമായ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ബാപ്പ മരിച്ചിട്ടാൻ ദ്വാരക്കുന്ന കമ്മിറ്റിക്കാരുമുണ്ട്. ആ രൂപത്തിലല്ലേ യതീം ഖാനകൾ നാട് നിറയെ കിടക്കുന്നത്. അതേ സമയത്ത് ഒരു കഴിവില്ലാത്ത പാവപ്പെട്ട ആളുകൾ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ബാപ്പക്ക് ഗുളിക വാങ്ങാൻ കേസില്ല, മരുന്ന് വാങ്ങാൻ കേസില്ല, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കേസില്ല, മക്കൾക്ക് പെരുന്നാളിന് വെള്ളം വസ്ത്രം കൊടുക്കാൻ കേസില്ല, അതേ പഠിക്കാനുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ ആളില്ല. ബാപ്പ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് യതീം എന്ന അഡ്രസ്സിൽ ഒരാളും കൊടുക്കുന്നുമില്ല. ഇങ്ങനെ വിഷമിക്കുന്ന എത്ര അഗതികളുണ്ട് മുതലാളിമാരെ. അത്തരം അഗതികളെ കണ്ടെത്തി കൊടുക്കേണ്ട ബാധ്യതയില്ലേ? അതാണ് ഖുർആൻ പ്രത്യേകം പറഞ്ഞത്. വൽ മിസ്കീന, സാധുക്കൾ അവകാശം കൊടുക്കണം. ഓ മോനെ, വലാ തുബദ്ദിർ തബ്ദീറാ, നീ ഒരു നയാകാശ് ചെലവഴിക്കുമ്പോ, ആവശ്യമില്ലാത്തതിന് ചെലവഴിക്കുമ്പോ, ആവശ്യമുള്ള പട്ടിണി കിടക്കുന്ന മക്കളെ നീ ഓർമ്മിക്കണേ. ഇറാഖിലെ മക്കളെ ഓർമ്മിക്കണേ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ ചെറിയ പിഞ്ചുമക്കളല്ലേ? ഫലസ്തീനിലെ മക്കൾ നബി തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട മക്കളല്ലേ? അഫ്ഗാനിസ്ഥാനിലെ മക്കൾ നമ്മുടെ മക്കളല്ലേ? അവരിത്രയും പ്രയാസപ്പെടുമ്പോ അള്ള തന്ന പണം കൊണ്ട് ചെറുപ്പക്കാരാ, പെരുന്നാളിലും അതേ കല്യാണത്തിന്റെ തലേ ദിവസവും ഓരോ സമയത്തും നീ എന്താണ് ചെലവഴിക്കേണ്ടതെന്നറിയാതെ, നിന്റെ വീടെങ്ങനെയാണ് സിനിമ തിയേറ്റർ ആക്കേണ്ടതെന്നറിയാതെ, ഹോം തിയേറ്റർ അല്ലേ നിന്റെ ചിന്ത, വീടൊന്ന് തിയേറ്റർ ആക്കേണ്ട തിരക്കല്ലേ നിനക്ക്. ഓ മോനെ, നിനക്കല്ല തന്ന നിഅമത്തിൽ മതിമറ
മറന്നു പോകല്ല. ഖുർആൻ പറയുന്നു ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനസ് ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. ദൂർത്തടിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, പണം അനാവശ്യമായി ചെലവഴിക്കുന്നവരുണ്ടല്ലോ, കാനൂ ഇഖ്വാനസ് ശയാത്തീൻ, അവർ ശൈത്താന്റെ ത്വരീഖത്ത് സ്വീകരിച്ചവരാണ് കേട്ടോ, ശൈത്താന്റെ കൂട്ടാളികളാണ് കേട്ടോ. ശൈത്താന്റെ ത്വരീഖത്ത് സ്വീകരിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ജലാലൈനിയുടെ തഫ്സീറാണ്. അയ്യലാ ത്വരീഖത്തിഹിം, ശൈത്താന്റെ ത്വരീഖത്തിലാണ് അവരുള്ളത്. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നു വഇമ്മാ തുഇറദന്ന അൻഹും ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജുഹാ. നിന്റെ കുടുംബക്കാര് നിന്നോട് വന്നൊരു സങ്കടം പറയുമ്പോ നിന്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ പടച്ചവൻ പിന്നെ തരും എന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ ഫഖുൽ ലഹും ഖൗലം മൈസൂറാ. കുടുംബക്കാരോട് നീ നല്ല വർത്തമാനം പറയുക. എനിക്കൊരു പീടികയിൽ ഒരു കച്ചവടത്തിന്റെ പൈസ കിട്ടാനുണ്ട്, എനിക്കൊരു കുറി വരാനുണ്ട്, എനിക്കൊരു സംഖ്യ വാടക കിട്ടാനുണ്ട്, കിട്ടിയിട്ട് തരാമെന്ന് നീ നല്ല വർത്തമാനം പറയുക. നിന്റെ കൈ കൊടുക്കാതെ നിന്റെ കയ്യതാ നീ നിന്റെ പെരടിയിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടിയവനാകല്ല. ഉള്ളത് മുഴുവനും കൊടുത്തു തീർക്കുന്നവരും ആകല്ല. കൊടുക്കുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ട് കൊടുക്കുകയും വേണം. ഭാര്യമാരെയും മക്കളെ പട്ടിണിയാക്കിയിട്ട് കൊടുക്കരുത്, മറിച്ച് കൊടുക്കുമ്പോൾ അവിടെയും മിതത്വവും ഉണ്ടാകണം. നീ ചിന്തിക്കാതെ കൈ മുഴുവനും നിവർത്തി അങ്ങ് കൊടുത്താൽ ആക്ഷേപിക്കപ്പെട്ടവനായി, അതുപോലെ നീ കൊടുക്കാതെ വെച്ചാൽ ആക്ഷേപിക്കപ്പെട്ടവനായി, ഉള്ളത് മുഴുവനും കൊടുത്താൽ മുഴുവനും തീർന്നു പോയവനായി നീ പിന്നീട് ആക്ഷേപത്തിന് അർഹനായി പോകും കേട്ടോ, നീ ഇരുന്ന് പോകും കേട്ടോ. ഖുർആൻ ഓരോ നിർദ്ദേശങ്ങളും നൽകുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. വിശാലമായി കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ഇടുക്കം കൊടുക്കുന്നവനും അല്ലാഹുവാണ്. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. അവന്റെ അടിമകളെ കുറിച്ച് വിവരമുള്ളവരും കാണുന്നവരും അല്ലാഹു അല്ലേ. ചിലപ്പോൾ ഒരാൾക്ക് പണം കിട്ടിയില്ല, ഒരുത്തര് തോന്നാണ് എന്റെ ജേട്ടൻ വലിയ പണക്കാരനാണല്ലോ, അല്ലെ എന്റെ അനുജൻ വലിയ പൈസക്കാരനാണല്ലോ, ഞാൻ എങ്ങനെ ആയിപ്പോയത്. മോനെ, ആർക്കാണ് പണം വേണ്ടതെന്ന് നിനക്കറിയോ? അല്ലാഹുവല്ലേ അറിയുള്ളൂ. നിനക്ക് പണം തന്നാൽ ഒരു പക്ഷേ നീ ആ പണം കൊണ്ട് നരകത്തിലേക്കായിരിക്കും നിന്റെ പോക്ക്, അതുകൊണ്ടായിരിക്കും നിനക്ക് തരാതിരുന്നത്. മറ്റവന് കൊടുത്താൽ ഒരു പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാണോ പഠിച്ചത് എങ്കിൽ അവൻ നിനക്ക് വേണ്ടി ചെലവഴിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ നല്ലതിന് ചെലവഴിക്കുന്നവനായിരിക്കും. എന്തുകൊണ്ടല്ല തന്നില്ല അത് നമുക്കറിയില്ലല്ലോ. അത് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയും. മക്കളില്ലാത്ത പലരും ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്. അല്ലാഹുവിற்கு ഖൈറായ മക്കളെ നൽകുമാറാകട്ടെ. ഇന്ന് എന്റെ അടുക്കൽ 2 വളയും ഒരു വേറെ കുറച്ച് സ്വർണവും കൊണ്ട് കല്ലിക്കണ്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. 12 കൊല്ലമായി കുട്ടിയില്ലായിരുന്നു. അൽഹംദുലില്ലാ, നേരത്തെ നേർച്ച ചെയ്തു, കുട്ടി ഉണ്ടായിരുന്നു, കുട്ടീനെ എടുത്തു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടി ഉണ്ടാവുക എന്നതൊരു അനുഗ്രഹമാണ്. പക്ഷേ നമുക്കറിയോ കുട്ടി ഉണ്ടാകലോ ഇല്ലാതിരിക്കലോ ഖൈർ. അതുകൊണ്ട് ഒരാൾക്ക് കുട്ടി ഉണ്ടായില്ലെങ്കിൽ അയാൾ ഓർക്കണം, എനിക്ക് ഖൈറിന് പക്ഷേ കുട്ടി ഇല്ലാതിരിക്കുന്നതാകാം. അല്ലാഹുവിനല്ലേ അതറിയൂ. അതുകൊണ്ട് ടെൻഷൻ കൊടുക്കേണ്ടതില്ല, അതിന്റെ പേരിൽ നീ മനസ്സ് മുഷിയേണ്ടതില്ല. ഒരാളും മക്കളില്ലാത്തവരെ പരിഹസിക്കാനും പാടില്ല, അവരെ സ്വീപ്പാക്കാൻ പാടില്ല, തമാശക്കും സ്വീപ്പാക്കാൻ പാടില്ല. തമാശക്കാൽ തന്നെ കുത്തിയാ വേദനയാവൂലേ, തമാശക്കാൽ തന്നെ അടിച്ചാ വേദനയാവൂലേ. അതുപോലെ മക്കളില്ലാത്തവർ ചില ആളുകൾ തമാശക്ക് സ്വീപ്പാക്കും. എടാ ഇനി കുട്ടികളില്ലടാ, നീ കുടുക്ക പൊളിഞ്ഞ പോലെ ഉണ്ടാവും എന്നൊക്കെ പറയും ചില ആളുകൾ. അങ്ങനെ പറഞ്ഞാൽ നീ പടച്ചവന്റെ കുറ്റക്കാരനാണ്. അവന്റെ മനസ്സിന്റെ വേദന ചെറുതല്ല, നീ അതറിയുന്നില്ല. ആ വേദന അറിയണേ നിനക്ക് മക്കളില്ലാതിരിക്കണം. നീ എന്തിനാ അവനെ പരിഹസിക്കാൻ പോയി? അല്ലാഹുവിനല്ലേ അറിയൂ ആർക്കാണ് കുട്ടി ഉണ്ടാകുന്നത്, ഖൈർ ആർക്കാണ് അറിയാത്തത്. ഈ കല്ലാച്ചിയിൽ ഉണ്ടായിരുന്നില്ല ഒരു ഹമീദ്, അങ്ങനത്തെ കുട്ടിയാണ് ഇല്ലാതിരിക്കുന്നതല്ലേ ഖൈർ. ഓ സഹോദരന്മാരെ, ഖൈറും ഷർറും ആർക്കറിയാം? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പടച്ചവനതാ പറയുന്നത് ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. അറിയുന്നവൻ അല്ലാഹുവാണ്, കാണുന്നവൻ അല്ലാഹയാണ്. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. നിങ്ങൾ ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങളെ മക്കളെ കൊല്ലരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്,
മക്കളെ കൊല്ലുന്ന പരിപാടി ഇപ്പോഴുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊന്നത് പ്രസവിക്കപ്പെട്ട മക്കളെയാണെങ്കിൽ ഇപ്പൊ വയറ്റിൽ വെച്ച് മക്കളെ കൊല്ലുന്ന ഉമ്മമാരില്ലേ, ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരില്ലേ? അല്ലാഹുവിന്റെ മേലെ തവക്കുലാക്കാതെ, പടച്ചവനാണ് കൊടുക്കുന്നവനെന്ന് ചിന്തിക്കാതെ ഗർഭത്തിലുള്ള കുട്ടികളെ കൊന്നുകളയുന്ന എത്ര മനുഷ്യന്മാരാണ്. എടോ, നീ അല്ലാഹുവിലുള്ള വിശ്വാസം കളഞ്ഞു കുളിച്ചോ? നിന്റെ തവക്കുൽ ഇവിടെ പോയി. നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നുകളയല്ല കേട്ടോ, ദാരിദ്ര്യം എന്ന് കൊന്നുകളയല്ല.